കോട്ടയം നഴ്സിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായിട്ട് സഹപാഠികൾ റാഗിംഗ് ചെയ്തിട്ടിപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ്. ഇപ്പോഴിതാ തലസ്ഥാനത്ത് നേമത്ത് പ്രവർത്തിക്കുന്ന വിക്ടോറിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സഹപാഠികൾ ക്രൂരമായിട്ടാണ് മർദ്ദിച്ചിരിക്കുന്നത്. മർദ്ദനത്തിന് ഇരയായ വിദ്യാർത്ഥിയാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. മോനെ, എന്നായിരുന്നു ഇത് സംഭവിച്ചത്? കുറച്ച് നാൾ മുമ്പ്, ഒരു 2 ആഴ്ച മുമ്പ് യാസീൻ എന്ന് പറയുന്ന ഒരു കുട്ടി, എൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി ഇടിച്ചായിരുന്നു. താക്കോലുകൊണ്ടാണ് ഇടിച്ചത്. താക്കോലുകൊണ്ട് ഇടിച്ചിട്ട് അവൻ്റെ കണ്ണിൻ്റെ പോള കീറിയിട്ട് സ്റ്റിച്ചിട്ടായിരുന്നു. അന്നത്തെ ആ ഇടിയിൽ തന്നെ അവൻ എന്നെ പ്രൈവറ്റ് പാർട്ടി ഇട്ട് ചവിട്ടി തന്നു. ആരാ മർദ്ദിച്ചേ? യാസീൻ എന്ന് പറയുന്ന കുട്ടി എന്നെ പ്രൈവറ്റ് പാർട്ടി ഇട്ട് ചവിട്ടി. അപ്പോൾ അന്നത്തെ ആ വേദനയുടെയും ദേഷ്യത്തിൻ്റെ ആ ഇടയിൽ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഞാൻ നിന്നെ ഇടിക്കുമെന്ന്. എന്നിട്ട് ഞാൻ ഇതേപോലെ തന്നെ 10ാം ക്ലാസ്സിലുള്ള ചേട്ടന്മാരുടെ അടുത്തും പോയി പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടന്മാർ പറഞ്ഞ് ഇനി ഒരു പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞിട്ട് കൈ കൊടുത്ത് പിരിഞ്ഞ്, കോംപ്രമൈസായിട്ട് കൈ കൊടുത്ത് പിരിഞ്ഞ്. ഈ യാസിൻ മോൻ്റെ കൂടെ പഠിക്കുന്നതാണോ? എൻ്റെ ക്ലാസ്സിലുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഒരു 8:45 ആയപ്പോഴത്തേക്ക് എന്നെ വാപ്പ സ്കൂളിൽ വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ വാപ്പ അടുത്ത് പറഞ്ഞ്, വാപ്പ കുറച്ചും കൂടെ പരിപാടി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ്. അന്ന് എനിക്ക് നല്ല പനിയും ജലദോഷം എല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിചാരിച്ച് പിന്നെ വീട്ടിൽ പോകാമെന്ന്. പിന്നെ കൂട്ടുകാരന്മാരുടെ അടുത്തെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. അതൊന്നും അമ്മ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇറങ്ങിയിട്ട് നേരെ പുറത്തോട്ട് പോയി. വാപ്പ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നു, ഞാൻ അത് കണ്ടില്ല. നേരെ പുറത്തോട്ട് പോയി. എന്നിട്ട് വാപ്പയെ കാണാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് നടന്നു നോക്കിയിട്ട് വാപ്പയെ കണ്ടില്ല. അപ്പോഴത്തേക്ക് മാലിക് എന്ന് പറയുന്ന ഒരു ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച്, നീ എല്ലാടാ അന്ന് യാസീനെ ഇടിക്കുമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച്. അപ്പം ഞാൻ പറഞ്ഞ്, അത് അന്ന് തന്നെ നമ്മൾ കൈ കൊടുത്ത് പിരിഞ്ഞാണല്ലോ, കോംപ്രമൈസ് ആയതാണല്ലോ എന്ന് പറഞ്ഞ്. എന്നിട്ട് ആ ചേട്ടനാണെങ്കിൽ എന്നെ കുറേ തെറിയും വിളിച്ചിട്ട് എന്നെ കൊങ്ങയ്ക്ക് ഞെക്കി പിടിച്ച്, കഴുത്തോട് ചേർത്ത് പിടിച്ചു. പൊക്കി പിടിച്ചോ അല്ല ചേർത്ത് മാത്രമാണ് പിടിച്ചത്? ചേർത്ത് മാത്രമാണ് പിടിച്ചത്. അപ്പം എൻ്റെ തല ചമരി ഇടിച്ചായിരുന്നു. സ്കൂളിൻ്റെ പുറത്ത് വെച്ചാണ്, ഗേറ്റിൻ്റെ പുറത്ത് വെച്ചാണ്. അപ്പോഴത്തേക്കും എൻ്റെ താത്താടെ കൂട്ടുകാരന്മാർ ഒരു 3 പേര് വന്നിട്ട് അത് കണ്ടപ്പോഴത്തേക്കും വന്ന് ചോദിച്ച്, എന്തുണ്ടാ ഇങ്ങനെ ഇടിക്കണാവും, നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മുസാഫർ എന്ന് പറയുന്ന ഒരു കുട്ടിയാണെങ്കിൽ ചാടി ഈ ചേട്ടനെ ഇടിച്ചിട്ട് ബാക്കിയുള്ളവന്മാരെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഈ ചേട്ടന്മാരെ 3 എണ്ണത്തിനും ഇടിച്ചിട്ട്. എത്ര പേരുണ്ടായിരുന്നു ഈ ശരിക്കും സംഘടന നടക്കുമ്പോൾ? ഒരു 20 പേര് കൂടുതലുണ്ടായിരുന്നു. അതിൽ സ്കൂളിൽ നിന്ന് പോയവന്മാരുണ്ട്, TC കൊടുത്ത് വിട്ടവന്മാരുണ്ട്, പിന്നെ അല്ല ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് TC കൊടുത്ത് വിട്ടവന്മാരുണ്ട്. അല്ല സ്കൂളിൽ നേരത്തെ അവിടെ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു? അങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ടായിരുന്നു. പിന്നെ അവന്മാരെ TC കൊടുത്തുവിട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. പിന്നെ പുറത്താക്കിയവർ എന്തുകൊണ്ടാണ് വന്നത്? അന്ന് എന്തായിരുന്നു സ്കൂളിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഈവൻ്റ് ഉണ്ടായിരുന്നോ? 75ാമത്തെ വാർഷികമായിരുന്നു. അന്ന് രാത്രി വരെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ കാണാൻ വേണ്ടി വന്നതായിരുന്നു. സാറന്മാർ അവരെ നേരത്തെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് അവന്മാർ പരിപാടി കാണാൻ വേണ്ടി അകത്ത് കയറിയപ്പോൾ തന്നെ സാറന്മാരെല്ലാത്തിനും പുറത്താക്കി, അടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാ എണ്ണത്തിനും പുറത്താക്കി. എവിടെയൊക്കെയാ മോൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെയാണ് മർദ്ദിച്ചത് ഇവർ? കുറുക്കിലും തലയിലും പിന്നെ കുറേ ചവിട്ടെല്ലാം ചെയ്തായിരുന്നു. ദേഹം മൊത്തം കുറേ ഇടിയൊക്കെ ഇടിച്ച് കുനിച്ച ശേഷം ഹോസ്പിറ്റലിൽ പോയായിരുന്നോ? ഹോസ്പിറ്റലിൽ പോയായിരുന്നു, അന്ന് തന്നെ പോയായിരുന്നു. ഈ ചേട്ടന്മാരെ ഇടിച്ച സമയത്ത് ഞാൻ അവിടെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. ഈ ചേട്ടന്മാരെന്നെ ഒതുക്കി നിർത്തിയായിരുന്നു. അപ്പോൾ ഈ ചേട്ടന്മാർ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അൽത്താഫ് എന്ന് പറയുന്ന ഒരു കുട്ടി, അവനാണെങ്കിൽ വന്ന് എൻ്റെ ദേഹത്ത് കുറേ വട്ടം ഇടിച്ച്, തലയിലെല്ലാം ഇടിച്ചിട്ട് എനിക്ക് നേരെ കാണാനൊന്നും പറ്റണില്ലായിരുന്നു. തല ഇറങ്ങണെല്ലാം പോലെ തോന്നിയിട്ട് എനിക്ക് നേരെ ഒന്നും കാണാൻ പറ്റണില്ലായിരുന്നു. അപ്പോൾ അവ ഇങ്ങനെ ഇടിച്ച് അവസാനം എല്ലാ എണ്ണം കൂടെ വന്നിടിച്ച്. ഇവനാണ് ആദ്യം സ്റ്റാർട്ടിങ് ഇട്ടപ്പോഴത്തേക്ക് ബാക്കിയുള്ള എല്ലാ എണ്ണം കൂടെ ഒരു 10-20 പേരെ ഒന്ന് തന്നെ ഇടിച്ച്, എന്നെ കുനിച്ചിറച്ചിയെല്ലാം ഇടിച്ച്. അവസാനം അതിലുള്ള യാവനെ പിടിച്ചു മാറ്റിയപ്പോഴാണ് എന്നെ അങ്ങോട്ട് അവന്മാർ വിട്ടത്. ഇല്ലായിരുന്നെങ്കിൽ അവന്മാർ അവിടെ വെച്ച് എന്നെ ഇടിക്കുമായിരുന്നു. ഇപ്പോൾ ഇനി സ്കൂളിൽ പോയിട്ടില്ലല്ലോ അതിനുശേഷം? ഇനി സ്കൂളിൽ പോകാനായിട്ട് ഭയമുണ്ടോ? ഉണ്ട്, അവന്മാർ ഇനി ഇടിക്കും എന്നുള്ള ഭയമുണ്ട്. മർദ്ദനത്തിന് ഇരയായ കുട്ടിയുടെ വാപ്പച്ചിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത്. അന്നേ ദിവസം സ്കൂളിൽ പോയിരുന്നോ? അന്നേ ദിവസം സ്കൂളിൽ പോയിരുന്നു. മോനെ പിക്ക് ചെയ്യാനായിട്ട് പോയതാണെന്ന്. ഞാനൊരു 8:15 എത്തുന്നത്. അപ്പോൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മോനെ കൊണ്ടുവന്നപ്പോൾ മോൻ പറഞ്ഞു, ഞാൻ കുറച്ചുകൂടെ പ്രോഗ്രാം കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മകൻ്റെ പറഞ്ഞു, ഞാൻ പുറത്ത് നിൽക്കാൻ നീ വാന്ന് പറഞ്ഞു. പക്ഷേ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നോണ്ട് ഞാൻ വീണ്ടും ആ സൈഡിൽ തന്നെ മോനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ടീച്ചേഴ്സിൻ്റെ തിരുവാതിര സ്റ്റാർട്ട് ചെയ്ത് ആ ജസ്റ്റ് നോക്കിയിട്ട് തിരിഞ്ഞപ്പോൾ മോനോടെ കാണാനില്ല. കൂടെയുള്ള കുട്ടിയോട് ചോദിച്ചാൽ പറഞ്ഞു, മോൻ ഇതിൻ്റെ അകത്ത് എവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ആ തിരുവാതിര നടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പുറത്തോട്ട് പിള്ളേരെല്ലാം ഓടുന്നത് കണ്ടു. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് സാറോട് പറഞ്ഞു, സാറ് അവിടെ പുറത്ത് ഇങ്ങനെ എന്തോ അടി നടക്കുകയാണെന്ന് തോന്നുന്നു പറഞ്ഞു.
അപ്പോൾ അന്ന് സാറ് പറഞ്ഞു അത് പുറത്ത് നടക്കാൻ അടിയില്ല, നമ്മളതിൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ നേരെ പുറത്ത് പോയപ്പം ഈ മോനെ രക്ഷിക്കാൻ വന്ന 3 പിള്ളേരിൽ ഒരാളെ ഈ പയ്യന്മാരെ അടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഞാൻ ഇടയിൽ ചെറുത്ത് നിന്നിട്ട് എന്തിനാണ് അടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ പയ്യൻ പറയുന്നത് മാമാരെ മകനെയാണ്, അതായത് ആ പയ്യൻ ഈ അടി കൊണ്ടുപോകുന്ന പയ്യൻ പറഞ്ഞു മാമാരെ മകനെ ഞാൻ രക്ഷിക്കാൻ പോയപ്പോഴാണ് ഇവരെല്ലാവരും കൂടെ എന്നെ അടിക്കാൻ വന്നതെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മോനെ ഞാൻ ഓടിച്ച് ഒത്തിരി തിരക്കിയായിരുന്നു. അപ്പം ആരെല്ലാമോ മോനെ പിടിച്ച് അകത്തിരുത്തി നിന്ന സമയത്ത് അവിടെ അപ്പം കാണുന്നൊരു ഭീകര അന്തരീക്ഷമാണ്. അതായത് 1-2 പിള്ളേരോ ഒരു 20-25ഓളം പിള്ളേർ ഇങ്ങനെ വൈഡായിട്ട് കിടന്ന് ഓടുക. അത് കഴിഞ്ഞ ശേഷം മോനെ അകത്ത് കണ്ടു. മോനെ ഞാൻ പെട്ടെന്ന് പിടിച്ചോണ്ട് മോനെ നിന്നെ ആരടിച്ചെന്ന് പറഞ്ഞ് പുറത്ത് വിളിച്ചോണ്ടെന്നപ്പം അതിൽ അൽത്താഫ് എന്ന് പറഞ്ഞൊരു പയ്യനെ മോൻ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കാനായിട്ട് അവനെ നേരെ പിടിച്ച് ഞാൻ ചുമനോട് ചേർത്ത് നിർത്തിയിരുന്നപ്പോൾ എന്നെ ബാക്കിൽ ഏതൊരു വെള്ളം അടിച്ചുകൊണ്ട് ഒരാൾ വന്ന് ലോക്കിട്ട് പിടിച്ച് അവനെ വെടിയിപ്പിക്കുക ചെയ്തത്. അവിടെ ഓടി പോവുകയും ചെയ്തു. പിന്നെ എനിക്ക് ആരെയും അതിൽ കിട്ടിയിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. അപ്പം പോലീസ് സ്റ്റേഷനിൽ ഇതിൽ 2 കുട്ടികളെ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റിയ 2 കുട്ടികളെ പേരും നമ്പരും സ്കൂളിൽ പോയി ചോദിച്ചു കൊടുത്തു. പക്ഷേ സ്കൂളിൻ്റെ അകത്ത് ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു തണുത്ത പ്രകൃത കാണിച്ചത്. കാര്യം അവർ ശരിക്കും ഈ സ്കൂള് NH-നോട് വളരെ ചേർന്നായിരിക്കുന്നത്, റോഡും സ്കൂളും. അപ്പോൾ ഒരു ഈവൻ്റ് നടക്കുമ്പോൾ സ്കൂളിന് പുറത്ത് കടന്ന ഒരു സംഭവമാണെന്നാണോ ഇപ്പോൾ വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുന്നത്? സ്കൂളുകാരങ്ങനെയാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. അതായത് പുറത്ത് നടന്ന സംഭവം ഞങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാര്യം പുറത്ത് അവിടെ ആരും തന്നെ പോലീസ് അവിടെ ഇല്ലായിരുന്നു. സംഭവത്തിന് ശേഷമാണ് പോലീസ് അവിടെ വരുന്നത്. ബാക്കി പുറത്തെ സൈഡ് ആരും ഇല്ലായിരുന്നു. പെട്ടെന്ന് ഈ സംഭവം കണ്ട ശേഷം 2-3 സാറന്മാരെല്ലാം പെട്ടെന്ന് പുറത്ത് വന്നു. ബാക്കിയുള്ളവരോട് പിരിച്ചുവിടുകയും ചെയ്തു. അതിലുള്ള കുറച്ച് പേരെ രക്ഷിച്ച് മാറ്റുകയും ചെയ്തു. കാര്യം ഒരു വലിയൊരു ക്രൗഡ് അടിപോലെയാണ് അവിടെ നടന്നത്. മോനെ വിട്ട ശേഷം അവിടെ വീണ്ടും അവിടെ അടി നടക്കുകയായിരുന്നു. അവിടെ സ്കൂളിൻ്റെ ഈ അധികൃതരുടെ ഭാഗത്തു നിന്നൊരു കൃത്യമായ നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇതുവരെയും സപ്പോർട്ട് ഒരേ ഒരു സാറ് മാത്രം നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. ആ സാറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആ സാറിൽ നിന്ന് റിപ്ലൈ കിട്ടുന്നുണ്ട്. പിന്നെ ഈ HMൻ്റെ അടുത്ത് ഈ സംഭവം ഞാൻ പോയി പറയുമ്പോൾ അവർ പറയണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടി നടന്നു, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലെന്ന്. എന്നിട്ട് ആ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് പോകും. ഇപ്പോൾ വൈകുന്നേരം വേറൊരു പേരൻ്റ് അവിടെ വിളിച്ചാൽ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യം അവിടെ നടന്നിട്ടേ ഇല്ല, അടിയേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ അവർ പ്രതികരിക്കുന്നത്. ഈ മോൻ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സ്കൂളിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ലഹരി മാഫിയകൾ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവരെ ചിലരെയൊക്കെ പിരിച്ചുവിട്ടവരുണ്ട്. അവരും ഈ ദിവസം വന്നിരുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും കാര്യം അറിയായിരുന്നു ഈ സ്കൂളുമായി ബന്ധപ്പെട്ട്? സ്കൂളുമായി ബന്ധപ്പെട്ട് വേറെ ഡീറ്റെയിൽ ഒന്നും അറിയില്ലെന്ന്. പക്ഷേ ഇതിൽ ഈ അടിച്ച പിള്ളേരുടെ കുറച്ച് ഫോട്ടോ കാണിക്കാൻ പോയി പറഞ്ഞു ഇവരുടെ ലഹരി ഉപയോഗം കാരണം ഇവരിവിടെ നിന്ന് പുറത്താക്കിയതാണെന്നാണ് പറഞ്ഞത്. അതിൽ പുറത്താക്കിയ പിള്ളേർ അന്നവിടെ വന്നവരെ ഞാൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് അവരെ രാവിലെ തന്നെ പുറത്ത് വിട്ടതാണ്. അവരെന്നെ ഗ്യാങ്ങായിട്ട് വന്ന കാര്യം അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഈ വീഡിയോ പ്രചരിക്കുന്നുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട്. അവർ ഈ അടി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ വീഡിയോസ് എടുത്ത്, അതായത് ഇവരെ കൂട്ടത്തിൽ നിന്ന് ഇവരടിക്കുമെന്നും അത് വീഡിയോ എടുത്ത് പകർത്തണമെന്നും ഇവർ പലയിടത്തേക്ക് പേപ്പിച്ചിട്ടുണ്ടായിരുന്നായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അവരെ വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പല സിനിമ ഡയലോഗും വെച്ച് റീൽസായിട്ട് ഇടുക. എന്നിട്ട് സ്റ്റേഷനിൽ വന്നപ്പം അവരുടെ ഈ അടിച്ച പിള്ളേരുടെ പേരൻറ്റ് ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് അവരെ പെരുമാറ്റം ഉണ്ടായത്. ആദ്യം കേസൊന്നും എടുക്കാൻ വേണ്ടി അവർ ആദ്യം ഒരു വില്ലിങ് ആയില്ല സ്റ്റേഷനിൽ നിന്ന്. ഞാൻ ഒറ്റ ഇതിൽ നിന്നപ്പം 2 പേര് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടില്ല ഇതുവരായിട്ടും. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ വളരെ ക്രൂരമായിട്ട് 20ഓളം വരുന്ന കുട്ടികൾ ചേർന്ന് മർദ്ദിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ളൊരു നടപടി ഈ സ്കൂൾ പ്രിൻസിപ്പലിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ നേമം പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വളരെ വിചിത്രമാണ്. കാരണം മർദ്ദിച്ചതിന് ശേഷം ഈ ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പകർത്തി സമീപകാലത്ത് ഇറങ്ങിയ സിനിമകളിലെ ഡയലോഗുകൾ ചേർത്തുകൊണ്ട് അതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് അരങ്ങേറിയിരിക്കുന്നത്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ അധ്യാപകരും പ്രിൻസിപ്പളും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ കൃത്യമായിട്ടുള്ളൊരു നടപടി ഉടൻ ഉണ്ടാകും എന്ന് തന്നെ കുടുംബം പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.